ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഷഷ്ടിയാണ്, വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷ ഷഷ്ടി. ഷഷ്ടി തിഥി ആരംഭിക്കുന്നത് 2026 ഏപ്രിൽ 28 വെളുപ്പിനെ 1:19 മുതൽ 22 തീയതി രാത്രി 10:49 വരെയാണ്. അതുകൊണ്ട് തന്നെ വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷ ഷഷ്ടിയായിട്ട് നമ്മൾ ആചരിക്കുന്നത് 2026 ഏപ്രിൽ 22 ബുധനാഴ്ചയാണ്. ഷഷ്ടിവ്രതം ആരൊക്കെയാണ് എടുക്കേണ്ടത്, എന്തിനു വേണ്ടിയിട്ടാണ് എടുക്കേണ്ടത്, എങ്ങനെ എടുക്കണം, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് വിശദമായിട്ട് നോക്കുന്നത്. വൈശാഖ മാസം ഹിന്ദുമത വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പുണ്യമാസമാണ്. നമ്മൾ ഹിന്ദുക്കൾക്ക് പക്ഷെ ഇതിനോടൊന്നും യാതൊരു താല്പര്യവുമില്ല. അതാണ് ഇന്ന് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ ഒരു ദോഷം എന്ന് പറയുന്നത്. നമുക്കിതിനോടൊന്നും ഒരു താല്പര്യമില്ല. നമ്മുടെ ഏകാദശിക്കോ നമ്മുടെ ഷഷ്ടിക്കോ നമ്മുടെ പ്രദോഷത്തിനോ നമ്മുടെ വൈശാഖ മാസത്തിനോ മണ്ഡലകാലത്തിനോ ദാമോദര മാസത്തിനോ ഒന്നും തന്നെ യാതൊരു പ്രാധാന്യവും കൊടുക്കാതെ എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത് എന്നു പോലും തിരിച്ചറിയാതെ എന്തിനോ വേണ്ടി ജീവിക്കുന്ന ഒരു സമൂഹമാണ് ഇന്ന് ഹിന്ദു സമൂഹം. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ വലിയ ദുരിതത്തിലേക്ക് പോകുന്നത്. നമ്മുടെ കുട്ടികൾ എങ്ങുമെങ്ങും എത്താതെ പോകുന്നതും ഇത് തന്നെയാണ് കാരണം. അതുകൊണ്ട് ഹിന്ദു ധർമ്മത്തിൽ അധിഷ്ഠിതമായി ജീവിക്കുക. എന്താണ് ഓരോ മാസത്തെയും പ്രത്യേകത, ഓരോ വ്രതങ്ങളും എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ അനുഷ്ഠിക്കുന്നത്, ഓരോ ദേവതയും എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, ഇതൊക്കെ ഒരു മനുഷ്യൻ, ഒരു ഹിന്ദുമത വിശ്വാസി മിനിമം അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യങ്ങളാണ്. പക്ഷേ നിർഭാഗ്യവശാൽ പലർക്കും അതുപോലും അറിയില്ല എന്നുള്ളതാണ് വളരെ ദുഃഖകരമായ കാര്യം. വൈശാഖ മാസം ആരംഭിച്ചു. ഇന്ന് വൈശാഖം 2. ഉത്തരേന്ത്യയിലൊക്കെ നേരത്തെ ആരംഭിച്ചു കഴിഞ്ഞു. കേരളത്തില്, ദക്ഷിണേന്ത്യയില് ഇന്നലെ മുതലാണ് ആരംഭിച്ചത്. ഇന്നലെ മുതൽ നമ്മൾ മാധവത്തിലൂടെ ഭാഗവതം കഥാരൂപത്തിൽ പറയുന്നുണ്ട്. ഇന്നലെ ദുന്ദുകാരി മോക്ഷമാണ് പറഞ്ഞത്. ദുന്ദുകാരി മോക്ഷം കേട്ടുകഴിഞ്ഞാൽ തന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഭാഗവതം കേൾക്കേണ്ടത് എന്നുള്ള ഒരു ബോധ്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകും. ഇന്ന് അക്ഷയ തൃതീയയാണ്. അക്ഷയ തൃതീയയുടെ പ്രാധാന്യത്തെ പറ്റിയും എന്തുകൊണ്ടാണ് ഈ ദിവസത്തിന് ഇത്രയും പ്രാധാന്യം ഉണ്ടായത് എന്നതിനെ പറ്റിയും ഒക്കെ വിശദമായ വീഡിയോ ഞാൻ ഇന്നലെ ഇട്ടിരുന്നു. കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ 2 വീഡിയോയും കേട്ടതിന് ശേഷം ഇന്നു മുതൽ നമ്മൾ ഭഗവാന്റെ തിരു അവതാരം പറഞ്ഞു തുടങ്ങുകയാണ്. എല്ലാവരും എല്ലാ ദിവസവും മാധവത്തിന്റെ കൂടെ ഇരുന്ന് ഭഗവാന്റെ കഥകളൊക്കെ കേൾക്കുകയും ഭഗവാന്റെ കഥകൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്ത് നാരായണ നാമം ജപിച്ചിരുന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഐശ്വര്യം നമുക്ക് തന്നെയാണ്, നമ്മുടെ കുടുംബത്തിനാണ് എന്നുള്ള കാര്യം പ്രത്യേകമായി എല്ലാവരും ഓർത്തിരിക്കുക. ഇനി നമുക്ക് ഷഷ്ടി വ്രതത്തെ പറ്റി പറയാം. ഈ വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷ ഷഷ്ടി 2026 ഏപ്രിൽ 22 ബുധനാഴ്ചയാണ്. സുബ്രഹ്മണ്യ സ്വാമി പ്രീതിക്ക് വേണ്ടിയിട്ടാണ് ഷഷ്ടിവ്രതം എടുക്കുന്നത്. സാധാരണ ആളുകൾ എപ്പോഴും പറയും അമ്മമാര് മക്കൾക്ക് വേണ്ടി എടുക്കുന്ന വ്രതമാണ് എന്ന്. സത്യമാണ്. മക്കൾക്ക് ഒരു ദുരിതമുണ്ടാകുന്നത് പലപ്പോഴും മക്കളുടെ ദോഷം കൊണ്ടായിരിക്കില്ല, അമ്മമാരുടെ അല്ലെങ്കിൽ അച്ഛന്മാരുടെ ദോഷം കൊണ്ടാണ്. കാരണം തൻ്റെ മകൾക്ക് അല്ലെങ്കിൽ തൻ്റെ മകന് വേദനിച്ചാൽ ആ വേദന ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് അച്ഛനമ്മമാരാണ്. അപ്പൊ അച്ഛനമ്മമാർക്ക് ദോഷമുണ്ടെങ്കിൽ മക്കൾക്ക് തീർച്ചയായിട്ടും ദോഷമുണ്ടാകും. അതുകൊണ്ട് ആദ്യം തീർക്കേണ്ടത് അച്ഛൻ്റെയും അമ്മയുടെയും കർമ്മദോഷമാണ്. ഈ കർമ്മദോഷങ്ങൾ മാറുമ്പോഴാണ്, ഷഷ്ടിവ്രതം എടുത്ത് നമ്മുടെ കർമ്മദോഷങ്ങൾ മാറുമ്പോഴാണ് നമ്മുടെ കുട്ടികൾക്ക് ഐശ്വര്യം ഉണ്ടാകുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഐശ്വര്യം ഉണ്ടാകുമ്പോഴാണ് നമുക്ക് സന്തോഷം ഉണ്ടാകുന്നത്. അതാണ് ഇവിടെ നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെ കർമ്മദോഷങ്ങൾ മാറ്റുന്നതിന്, മുൻജന്മദോഷങ്ങൾ മാറ്റുന്നതിന്, കുടുംബദോഷങ്ങൾ മാറ്റുന്നതിന്, ജാതകദോഷങ്ങൾ മാറ്റുന്നതിന്, നമ്മുടെ പൂർവികർ എന്തെങ്കിലും തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ദോഷങ്ങൾ മാറ്റുന്നതിന്, അങ്ങനെ എല്ലാ വിധത്തിലുള്ള ദോഷങ്ങളും മാറ്റുന്നതിന് മഹാജ്യോതിഷിയായ വേലായുധ സ്വാമിയെയാണ് പ്രാർത്ഥിക്കേണ്ടത്. നമുക്ക് ഒരിക്കലും നമ്മൾ ഈ ഒരു ദുരിതത്തിൽ നിന്നും രക്ഷപ്പെടില്ല, നമ്മൾ എന്നും ഇത് അനുഭവിച്ചേ മതിയാകൂ, ഇത് നമ്മുടെ വിധിയാണ്, ഒരിക്കലും ഇതിൽ നിന്നും ഒരു രക്ഷയില്ല എന്ന് ചിന്തിച്ചിരിക്കുന്ന ആളുകൾക്ക് പോലും നേട്ടമുണ്ടാക്കി തരുന്ന, അവർക്ക് ഐശ്വര്യമുണ്ടാക്കി തരുന്ന മഹാജ്യോതിഷിയാണ്, മഹാദേവനാണ് ആര്? വേലായുധ സ്വാമി. അതുകൊണ്ട് തന്നെ നിരാശയിൽ ആണ്ടിരിക്കുന്നവർ പോലും ഷഷ്ടിവ്രതം എടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ വെളിച്ചമുണ്ടാകുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഒരിക്കലും രക്ഷപ്പെടില്ല എന്ന് ചിന്തിക്കുന്നവർ പോലും
അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാൽ മതി എന്ന് ചിന്തിക്കുന്നവർ പോലും ഷഷ്ടിവ്രതം എടുത്ത് പ്രാർത്ഥിച്ചു കൊള്ളുക. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും, 100% ഉറപ്പാണ്. പക്ഷേ ഭക്തിയോടുകൂടി ശ്രദ്ധയോടുകൂടി ഇരുന്ന് ഷഷ്ടിവ്രതം അനുഷ്ഠിക്കണം. ഷഷ്ടിവ്രതം എങ്ങനെയാണ് എടുക്കുന്നത്? തലേ ദിവസം നമ്മൾ ശുദ്ധാഹാരത്തിലിരിക്കുക, കഴിയുന്നെങ്കിൽ ഒരിക്കലുണ്ടിരിക്കുക. ഷഷ്ടി ദിവസം അതിരാവിലെ എഴുന്നേൽക്കുക, കുളിക്കുക, പ്രാർത്ഥിക്കുക, നാമം ജപിച്ച് പ്രാർത്ഥിക്കുക. ക്ഷേത്ര ദർശനം ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ചെയ്യുക. ഭഗവാന് അഭിഷേകം ചെയ്യുക. അതാണ് ഭഗവാൻ ഏറ്റവും ഇഷ്ടം. അഭിഷേക പ്രിയനാണ്. നമുക്ക് നമ്മുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു ദ്രവ്യം കൊണ്ട് ഭഗവാന് അഭിഷേകം ചെയ്യുക. ചിലര് പൂർണ്ണമായ ഉപവാസമായിരിക്കും സ്വീകരിക്കുന്നത്. ചിലര് ക്ഷേത്രത്തിൽ നിന്നും ലഭിക്കുന്ന ചോറ്, ആ ചോറായിരിക്കും കഴിക്കുന്നത്. അത് ചിലര് ഉച്ചയ്ക്ക് കഴിക്കും, ചിലര് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം കഴിക്കും. അതൊക്കെ നമ്മുടെ ആരോഗ്യസ്ഥിതിക്ക് അനുസരിച്ച് ചെയ്യുക. ചിലര് അത് മാത്രം കഴിക്കും, അതായത് ക്ഷേത്രത്തിൽ നിന്നും ലഭിക്കുന്ന ആ ചോറ് മാത്രം കഴിക്കും. ചോറ്, എന്തെങ്കിലും മുളക്, അങ്ങനെയൊക്കെയാണ് കഴിക്കുന്നത്. ചിലര് രാവിലെ എന്തെങ്കിലും പഴവർഗ്ഗങ്ങളോ, എന്നിട്ട് ഉച്ചയ്ക്ക് ക്ഷേത്രത്തിൽ നിന്നും കിട്ടുന്ന ചോറോ, വൈകുന്നേരം പഴവർഗ്ഗങ്ങളോ, അങ്ങനെ 3 നേരം എന്തെങ്കിലും കഴിക്കും. കാരണം ചിലർക്ക് മരുന്ന് കഴിക്കാനുണ്ടാകും, പ്രായമായ ആളുകളായിരിക്കും, ഗർഭിണികളായിരിക്കും, ശരീരത്തിന് ക്ഷീണമുള്ള ആളുകളായിരിക്കും, ജോലിക്ക് പോകുന്ന ആളുകളായിരിക്കും. അങ്ങനെയുള്ളവര് അതനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. ചിലര് 3 നേരവും പഴവർഗ്ഗങ്ങൾ മാത്രം കഴിക്കും, നമ്മുടെ ഇഷ്ടം. പക്ഷെ ഒഴിവാക്കേണ്ടുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ, മത്സ്യമാംസാദി ഭക്ഷണ പദാർത്ഥങ്ങൾ, ഉഴുന്ന് ചേർത്തിട്ടുള്ള ഭക്ഷണങ്ങൾ, ഉഴുന്ന് നമുക്ക് കഴിച്ചുകൂടാ. ചിലര് ഏത്തപ്പഴം കഴിക്കരുത് എന്ന് പറയും, ഏത്തപ്പഴം. പിന്നെ അതുപോലെ തന്നെ ഉഴുന്ന് ചേർത്തിട്ടുള്ള ഉഴുന്നുവട, അതുപോലെ തന്നെ പപ്പടം, ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും കഴിച്ചുകൂടാ. പിന്നെ വാളൻ പുളി, അതായത് നമ്മളെ സാമ്പാറിന് പിഴിഞ്ഞു ചേർക്കുന്ന പുളി, ആ പുളി ഉപയോഗിക്കില്ല. തേങ്ങ അരച്ച് ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ പുളിക്ക് പകരം മാങ്ങയോ അല്ലെങ്കിൽ നാരങ്ങാ നീരോ ചേർക്കാവുന്നതാണ്. പഴവർഗ്ഗങ്ങൾ കഴിക്കാം. സാധാരണ നമ്മൾ ചോറാണ് ഉണ്ണുന്നതെങ്കിൽ നമ്മൾ എന്തെങ്കിലും മുളകോ അല്ലെങ്കിൽ ഇതുപോലുള്ള ചമ്മന്തി മാത്രമോ അങ്ങനെ കൂട്ടിയിട്ടാണ് കഴിക്കുന്നത്. മറ്റു പച്ചക്കറികൾ കൂട്ടാനൊന്നും സാധാരണയായിട്ട് ഉപയോഗിക്കാറില്ല. 2 നേരവും കുളിച്ച് വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുക. ക്ഷേത്ര ദർശനം നടത്തുക. ഭഗവാന് മഞ്ഞപ്പട്ട് സമർപ്പിക്കുന്നെങ്കിൽ സമർപ്പിക്കുക. വളരെ ഇഷ്ടമാണ് ഭഗവാന് മഞ്ഞപ്പട്ട്. മഞ്ഞപ്പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്യുന്നത് വളരെ ശ്രേഷ്ഠമാണ്. അഭിഷേകമാണ് ഏറ്റവും ശ്രേഷ്ഠം. അഭിഷേക പ്രിയനാണ് ഭഗവാൻ. നമുക്ക് ഇഷ്ടമുള്ള ദ്രവ്യങ്ങൾ കൊണ്ട് ഭഗവാന് അഭിഷേകം ചെയ്യാം. ഓം ശരവണ ഭവായ നമ എന്ന ആ മൂലമന്ത്രം ഏറ്റവും ശ്രേഷ്ഠമായ മന്ത്രമാണ്. ഓം ശരവണ ഭവായ നമ. ആ മന്ത്രം രാവിലെ 108, സന്ധ്യയ്ക്ക് 108 ആ നിലയിൽ ജപിക്കാം. 1008 തവണ ജപിക്കാം. നമുക്ക് എപ്പോഴൊക്കെ ജപിക്കാൻ സാധിക്കുന്നോ അപ്പോഴൊക്കെ ജപിക്കാം. പ്രധാനമായിട്ടും ചായ കുടിക്കാമോ എന്നൊരു ചോദ്യം വരും. ചായ കുടിച്ചില്ലെങ്കിൽ തലവേദന എടുക്കും എന്നുള്ള ആളുകൾക്ക് ചായ കുടിക്കാം. ഓരോ ഗ്ലാസ് ചായ കുടിക്കാം. പിന്നീട് വരുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, പീരീഡ്സ് ആയിരിക്കുന്നവര് അല്ലെങ്കിൽ പുലയും ബാലായ്മയുമുള്ള ആളുകള്, അവർക്ക് ഷഷ്ടിവ്രതം എടുക്കാമോ എന്നൊരു ചോദ്യം. എടുക്കാം. പക്ഷേ അവർക്ക് ക്ഷേത്രത്തിൽ പോകാനോ വിളക്കു തെളിയിക്കാനോ പറ്റില്ല. അവർക്ക് അതിരാവിലെ എഴുന്നേറ്റ് കുളിച്ച് അവരുടെ മുറിയിലിരുന്ന് നാമം ജപിച്ച് വ്രതം പറഞ്ഞതനുസരിച്ചിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിച്ച് ഇരിക്കാവുന്നതാണ്. പിറ്റേ ദിവസം കുളിച്ച് 1 ഗ്ലാസ് വെള്ളം കുടിച്ച് അവരുടെ വ്രതം അവസാനിപ്പിക്കാം. നാമം ജപിച്ച് വെള്ളം കുടിച്ച് വ്രതം അവസാനിപ്പിക്കാം. അല്ലാത്ത പുലയും ബാലായ്മയും പീരീഡ്സും ഒന്നുമില്ലാത്ത ആളുകള് ഷഷ്ടിയുടെ പിറ്റേ ദിവസം ക്ഷേത്ര ദർശനം നടത്തി തീർത്ഥം സേവിച്ച് ഷഷ്ടി അവസാനിപ്പിക്കാവുന്നതാണ്. ഇനി ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കുന്നില്ല, അങ്ങനെയുള്ള ആളുകൾക്ക് വീട്ടിലിരുന്ന് നാമം ജപിച്ച് കിണ്ടിയിലോ അല്ലെങ്കിൽ നമ്മുടെ മൊന്തയിലോ ഭഗവാന്റെ മുമ്പിൽ സമർപ്പിച്ചിരിക്കുന്ന ആ തീർത്ഥം സേവിച്ച് നമുക്ക് നമ്മുടെ ആ ഒരു ഷഷ്ടി അവസാനിപ്പിക്കാവുന്നതാണ്. ഇങ്ങനെയാണ് പ്രധാനമായിട്ടും ചെയ്യേണ്ടത്. എല്ലാ തരത്തിലുള്ള ദോഷങ്ങളും മാറ്റി ഐശ്വര്യം പ്രദാനം ചെയ്യുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ഗൃഹസ്ഥാശ്രമി എടുത്തിരിക്കേണ്ടുന്ന ഒരു വ്രതമാണ് ഷഷ്ടിവ്രതം എന്നുള്ളത്. കാരണം ഒരുപക്ഷെ ഈ ജന്മത്തിൽ നമ്മൾ യാതൊരു ദ്രോഹവും ആരോടും ചെയ്തില്ല എന്ന് നമ്മൾ വിശ്വസിക്കുന്നു എങ്കിൽ പോലും ഒരുപക്ഷെ മുൻജന്മങ്ങളിലോ അല്ലെങ്കിൽ നമ്മുടെ പൂർവികരോ ആരെങ്കിലും ചെയ്തിരിക്കുന്ന കർമ്മങ്ങളുടെ ഫലം നമ്മൾ അനുഭവിക്കേണ്ടി വരും. ഈ കർമ്മദോഷങ്ങളെല്ലാം മാറ്റി സമാധാനമായൊരു ജീവിതം നമുക്കും അടുത്ത തലമുറയ്ക്കും ഉണ്ടാകുന്നതിന് വേണ്ടി നിർബന്ധമായും വേലായുധ സ്വാമിയെ പ്രാർത്ഥിക്കുക തന്നെ ചെയ്യണം. കാരണം മഹാജ്യോതിഷിയാണ്. അവതരിച്ചതു തന്നെ ദേവന്മാരെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്.
ശത്രുവിനെ നിഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ദേവന്മാർക്ക് വന്നിരുന്ന ദുരിതങ്ങൾ അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ മഹാദേവനായ വേലായുധ സ്വാമിയെ എല്ലാവരും പ്രാർത്ഥിച്ചുകൊള്ളുക. ഷഷ്ടി 2026 ഏപ്രിൽ 22 ബുധനാഴ്ച, വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷ ഷഷ്ടി. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.